കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടും വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ചുമുള്ള കോൺഗ്രസിന്റെ ജനസംരക്ഷണ യാത്ര ആരംഭിച്ചു. കോട്ടപ്പടി പ്ലാമുടിയിലാണ് ഉദ്ഘാടനം നടന്നത്. ബുധനാഴ്ച വൈകുന്നേരം അടിവാട് സമാപിക്കും. ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസുമാണ് യാത്ര നയിക്കുന്നത്. കോൺഗ്രസിന്റെ കവളങ്ങാട്, കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് 2 ദിവസത്തെ ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം തടയാത്തതിലും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ചുള്ള യാത്ര പ്ലാമുടിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഈ മേഖലയിൽ അധിവസിക്കുന്ന കർഷക സമൂഹത്തെ ആകെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുന്ന വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ കടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ്. പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈ മണ്ണിൽ കനകം വിളയിച്ച് ഈ നാടിനെ സ്വർഗ സമാനമാക്കി മാറ്റി എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിന്റെ പരിപൂർണമായ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി അത് ഏറ്റവും നിർണായകമായ ഗതിവേഗം കൈവരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കർഷക സമൂഹം ഈ വിധത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ തങ്ങളുടെ വസ്തുവകകൾ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്നും സർക്കാരിന്റെ സംവിധാനങ്ങളുമെല്ലാം വഴിമാറി നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്നിടത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ജാഥ ക്യാപ്റ്റന്മാരായ ഷമീർ പനക്കൽ, ബാബു ഏലിയാസ് എന്നിവർക്ക് ഡീൻ കുര്യാക്കോസ് പതാക കൈമാറി. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണോത്തുകുടി അധ്യക്ഷത വഹിച്ചു. AG ജോർജ്, KP ബാബു, PP ഉദുപ്പൻ, PAM ബഷീർ, അബു മൊയ്തീൻ, MS എൽദോസ്, PC ജോർജ്, MK വേണു, MA കരീം, ഷൈമോൾ ബേബി എന്നിവർ പ്രസംഗിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ബുധനാഴ്ചയും ജാഥ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. വൈകുന്നേരം അടിവാടാണ് സമാപനം. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലെ 80,000-ലധികം വരുന്ന മനുഷ്യരുടെ ദൈനംദിന ജീവിതം ഏറെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലെ നിരവധിയായ വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കാട്ടാനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് ജീവന് പോലും അത്യധികം ഭയാനകമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അനുവദിച്ചു കൊടുക്കുന്ന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പ്രാഥമിക കാര്യങ്ങളിൽ പോലും ദൗർഭാഗ്യവശാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കോതമംഗലം MLAയും ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പല കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന സർക്കാരും MLAയും ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവനും അവരുടെ കൃഷിയിടങ്ങൾക്കും സംരക്ഷണം കൊടുക്കുക എന്ന പ്രാഥമിക കാര്യങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ഈ ജനസംരക്ഷണയുടെ യാത്രയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. GTV ന്യൂസ്, കോതമംഗലം.